നല്ല ചൂടുണ്ട്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു അച്ചാറാണ്, വടുകപ്പുളി അച്ചാർ. ഞാൻ ഓൾറെഡി ചാനലിൽ വടുകപ്പുളി അച്ചാർ ഒരു 2 വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു അച്ചാർ, പിന്നെ ഒന്ന് ഒരു സ്പെഷ്യൽ അച്ചാറാണ്. അത് ആക്ച്വലി വടുകപ്പുളി അച്ചാർ എന്ന് വിളിക്കാൻ പറ്റില്ല, നമ്മുടെ ഇഞ്ചിപ്പുളി മാതിരി തന്നെ അതേ ടേസ്റ്റിൽ വരുന്ന ഒരു സാധനമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എക്സാക്ട്ലി അതേപോലെ തന്നെ ഉണ്ടാവും, പക്ഷേ നമ്മൾ ഈ ഇതേപോലെ വലിയ നാരങ്ങ വെച്ചിട്ട് ചെയ്യുന്നതാണ്. രണ്ടും പിക്കിൾ, ആ ഒരു സാധനത്തിൻ്റെ പിക്കിൾ എന്ന് വിളിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ അതൊരു ഇഞ്ചിയുടെയും പുളിയൊക്കെ ചേർന്നിട്ടുള്ളൊരു അച്ചാറായിരുന്നു. ഇന്ന് ഞാൻ കാണിച്ചിരുന്നത് വെള്ള കളറിലുള്ള വെള്ള നാരങ്ങ അച്ചാർ, അല്ലെങ്കിൽ ആ ഒരു വലിയ നാരങ്ങ വെച്ചിട്ട് ചെയ്യുന്ന വടുകപ്പുളി അച്ചാറാണ്. ശരിക്കും ആ അച്ചാർ നമ്മുടെ റെഡ് കളറിലല്ലേ സാധാരണ അച്ചാർ ഇരിക്കുന്നത്, ഈ അച്ചാർ വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. അപ്പം വടുകപ്പുളി വെച്ചിട്ട് നമുക്ക് ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് ഓണം സീരീസിൻ്റെ എനിക്ക് തോന്നുന്നു 4ാമത്തെ വീഡിയോ ആണ്. അപ്പം എല്ലാം ഞാൻ ഇത്രയും കാലം 5-6 വർഷമായില്ലേ ചാനൽ തുടങ്ങിയിട്ട്. അപ്പം 6 വർഷത്തോളം ഇട്ട എല്ലാ ഓണം റെസിപ്പീസും ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓണം സദ്യ പ്ലേലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയാലും കാണാൻ പറ്റും, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പം അത് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് എല്ലാ റെസിപ്പീസും കാണാൻ മറക്കരുത്. നേരത്തെ തന്നെ എല്ലാം തയ്യാറാക്കി നോക്കണം, എന്നാലേ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ, എല്ലാം ടേസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഇന്ന് ഉണ്ടാക്കി വയ്ക്കുകയാണ്. അപ്പം ഇരുന്ന് സെറ്റാവും. നമ്മൾ വിളമ്പുന്ന ഓണം ഉത്രാടത്തിനായാലും തിരുവോണത്തിനായാലും ഒക്കെ എടുക്കുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തന്ന ശേഷം കട്ട് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ 2 വലിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അറിയാമല്ലോ, ഇതാണ് നമ്മൾ വലിയ നാരങ്ങ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ഏകദേശം ഒരു 500 ഗ്രാമോളം വരും കേട്ടോ, വെയിറ്റ് നോക്കിയപ്പോൾ 2 എണ്ണം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ആക്ച്വലി ഈ ഒരു അച്ചാറിന് കാന്താരി മുളക് കിട്ടുകയാണെങ്കിൽ അത് സൂപ്പറായിരിക്കും. അപ്പം ഇത് 500 ഗ്രാം എടുക്കുകയാണെങ്കിൽ അതൊരു 25 ഗ്രാമൊക്കെ മതിയാകും. അപ്പം പെർഫെക്റ്റ് ആയിരിക്കും എരിവാക്കാൻ. എനിക്ക് കാന്താരി മുളക് കിട്ടിയില്ല, അവിടെ ഞാൻ സാധാരണ പച്ചമുളകാണ് അരിഞ്ഞിടാൻ പോകുന്നത്. അതുകൊണ്ട് ഇതെല്ലാം വലുതാണ്. 7-8 എണ്ണം എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വലിയൊരു കഷ്ണം ഇഞ്ചി. ഇതിപ്പോൾ ഏകദേശം ഗ്രാമിൽ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 25 ഗ്രാമോളം വരും. സ്പൂണിൽ പറയുകയാണെങ്കിൽ കട്ട് ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണൊക്കെ ആയിട്ട് വരും. ഓക്കെ, അതേമാതിരി തന്നെ ഒരു 1-2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി, അതും ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് അരിയാൻ പോവുകയാണ്. വെളുത്തുള്ളി നീളത്തിൽ അരിയാൻ പോവാണ്, ഇഞ്ചിയും നീളത്തിൽ അരിയാൻ പോവാണ്. പച്ചമുളക് ഞാൻ ചെറിയ പീസായിട്ട് കാണിച്ചു തരാം. ഒന്നിനെ ആ കാന്താരി മുളകിൻ്റെ വലുപ്പത്തിൽ ഞാൻ അരിയാൻ പോവാണ് കേട്ടോ. കണ്ടോ, ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഞാൻ നടുവേ കീറിയിടാൻ പോവാണ്. അപ്പോഴേ നമുക്ക് എരിവ് നന്നായിട്ട് അതിലേക്ക് വരുള്ളൂ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നടുവേ കീറിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ. അപ്പോൾ എരിവ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിതിൽ മുളക് പൊടിയൊന്നും അടിയത് കൊടുക്കുന്നില്ലല്ലോ. ഈ പച്ചമുളകിൽ നിന്നുള്ള എരിവാണ് നമുക്ക് ഈ അച്ചാറിനുള്ളത്. ഓക്കെ, അതുകൊണ്ട് അപ്പം പച്ചമുളക് അരിയാൻ തുടങ്ങി. ഇനി ഈ വടുകപ്പുളി നമ്മൾ വളരെ ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഞാനിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളകിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതും അതേപോലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി വടുകപ്പുളി ഞാൻ ഇവിടെ അരിഞ്ഞ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അരിയുന്ന സമയത്ത് മേലും താഴെയൊന്ന് കട്ട് ചെയ്യുക, ആ വട്ടത്തിലുള്ള ഞെട്ടി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്യുക. അതേമാതിരി ഉള്ളിൽ ഞാൻ മാക്സിമം കുരുവെല്ലാം കളഞ്ഞിട്ടുണ്ട്. നിറയെ കുരു ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് കട്ട് ചെയ്ത് വരുമ്പോൾ ഈസിയാണ്. അതിൽ ലെയറായിട്ട് നമുക്ക് കുരു കാണാൻ പറ്റും. അപ്പം അത് കഴിഞ്ഞ ശേഷം കണ്ടോ, ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അത് ഞാനൊരു ബൗളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. സ്റ്റൗവിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചിട്ട് നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ വരെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നിറയുണ്ട് കേട്ടോ, കുറച്ച് ഒരു 4-5 ടേബിൾ സ്പൂൺ നിറച്ചും ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പം എണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് ഇതാ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു ചെറിയൊരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവ, മുഴുവനായിട്ടുള്ള ഉലുവ അതും ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം വരട്ടെ. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഒരു 10-15 ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്ര നേരം ലോ ഫ്ലെയിമിലായിരുന്നു, ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. ഇതൊന്ന് ആ ഒരു പച്ചമണം ചെറുതായിട്ടൊന്ന് പോട്ടെ. ജസ്റ്റ് ഒന്ന് പച്ചമണം പോയാൽ മതി, കളറൊന്നും മാറാൻ നിൽക്കണ്ട. തന്നെ ആ ശരിക്കും ആ പിക്കിളിൻ്റെ ആ ഉലുവ ഇട്ടപ്പോൾ തന്നെ നല്ലെണ്ണയും ഉലുവയും കൂടെ ചേർന്നപ്പോൾ നല്ല അച്ചാറിൻ്റെ മണം വന്നു തുടങ്ങി കേട്ടോ. കണ്ടോ, ചില പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള പൊടികളും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുമാതിരി ഏകദേശം ഒരു 4 ടീസ്പൂൺ വരണ മാതിരി ഞാൻ കായത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, കുറച്ചധികം വേണം ഇതിൽ കായത്തിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂണിൽ അളന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അല്ലാതെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ പച്ചമണം ഒന്ന് പോട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 4 വലിയ ടേബിൾ സ്പൂൺ വരണ മാതിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നാരങ്ങ വടുകപ്പുളി ഇട്ട് കൊടുക്കുകയാണ്. വലിയ നാരങ്ങ കട്ട് ചെയ്ത് വെച്ചത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി ഞാൻ ആ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതിലത്തെ വിനീഗറും അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോണ വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുഴഞ്ഞിരിക്കുകയാണ്. കണ്ടോ, അത്യാവശ്യം കുറച്ചൊക്കെ വെള്ളം വറ്റി നല്ല കുഴഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് 1/2 ടീസ്പൂണോളം ഉലുവയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര, അതുമാതിരി ഉപ്പ് ആദ്യം കുറച്ച് ആഡ് ചെയ്ത് നോക്കുള്ളൂ. എന്നിട്ട് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇതെല്ലാം ഒന്ന് ഇളക്കുകയാണ്. ഇനി നമുക്ക് ഇതിലുള്ള ബാക്കിയുള്ള വെള്ളം കൂടി ഇല്ലേ, അതുകൂടെ നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ പൊടി കൂടി ഇടുമ്പോൾ ഒന്ന് തിക്കായിക്കോളും. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വാങ്ങാം. ഓക്കെ, അപ്പോൾ എത്ര മാക്സിമം വറ്റിക്കാൻ പറ്റുമോ അത്രയും വറ്റിച്ചോളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇലയിൽ വിളമ്പിയാലും ഒഴുകിയൊന്നും പോവില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. ഇതാണ് ഞാൻ വറ്റിച്ചെടുക്കുക എന്ന് ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മൾ സാധാരണ കറി ഉണ്ടാക്കണം വല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് പോരെങ്കിൽ ഒന്ന്
ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. ഞാൻ ചൂടാറിയ ശേഷം കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കും. നമുക്ക് നാളെ തന്നെ വേണമെങ്കിൽ വിളമ്പി തുടങ്ങാം. ഞാൻ എന്തായാലും ഇനി ഓണത്തിന് എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇനി ഇത് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വടുകപ്പുളി അച്ചാർ, വെള്ള നാരങ്ങ അച്ചാർ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അങ്ങനെ വടുകപ്പുളി അച്ചാർ വൈറ്റ് കളറിലുള്ള റെഡി ആയിരിക്കുകയാണ്. വൈറ്റ് അല്ല, യെല്ലോ കളറിലുള്ളത് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.